ഒരു സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നൊരു ഫാദറാണ് ദാ ഈ നടന്നു വരുന്നത്. ഒരു ഫോൺ കോളിൽ ഓടി വരത്തക്ക ദൂരത്തിലാണ് നമ്മുടെ മാതാപിതാക്കൾ ഉള്ളതെങ്കിൽ ദാ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാവും കേട്ടോ. കുറച്ച് കൊഞ്ചും മീനും ഒരു ഈക്കയും തേങ്ങയും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. പണ്ട് ഞങ്ങളെ എന്ത് സ്ട്രിക്റ്റായിട്ട് വളർത്തിയ മനുഷ്യനായിരിക്കുന്നെ. നോക്ക്, മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ വന്ന് സംസാരിക്കാൻ പാടില്ല. എന്നും സന്ധ്യാപ്രാർത്ഥന കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസോടുകൂടി ഞങ്ങളെ ഇങ്ങനെ വളർത്തിയ ആളാണ്. ഇപ്പം 4 ചെറുമക്കളുടെ മുൻപിൽ പുലി എലിയാവുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സിറ്റുവേഷനാണ്. ഫാദറിൽ നിന്നും ഗ്രാൻഡ് ഫാദറിലേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പ ഒരുപാട് മാറിപ്പോയി. 4 ചെറുമക്കളുടെ പൊതു സ്വത്താണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ പേരൻറ്റ്സ് ഏറ്റവും സോഫ്റ്റായി, സ്വീറ്റായി പെരുമാറുന്നതൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ അവർ ഗ്രാൻഡ് പേരൻറ്റ്സ് ആവണം. അതെ, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റൂ. സത്യത്തിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു പരിചയമില്ലാത്ത അപരിചിതരായ കുറേ ആൾക്കാരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ഉള്ള ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. അത് മനുഷ്യരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അധിക സമയം ഇരുന്നില്ല. പെട്ടെന്ന് തന്നെ പോകാനിറങ്ങി. അത് യാത്ര പറച്ചിലാണ് ഈ കാണുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കഴിച്ചാലോ? അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.